നമസ്കാരം. ഈ വീഡിയോ മെഡിസെപ്പ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മെഡിസെപ്പിലെ പോരായ്മകളാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം 5 ലക്ഷം രൂപ വരെയാണ് മെഡിസെപ്പിൽ പരിരക്ഷ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കലും ഈ തുക ഒരുമിച്ച് നിങ്ങൾക്ക് ലഭിക്കില്ല. ഓരോ അസുഖത്തിനും പ്രത്യേകം പ്രത്യേകം പാക്കേജുകളാണ് മെഡിസെപ്പിലുള്ളത്. അതുകൊണ്ട് ആശുപത്രിയിൽ എത്ര രൂപ ചിലവായാലും ആ പാക്കേജിലുള്ള തുക മാത്രമാണ് നമുക്ക് ലഭിക്കുകയുള്ളൂ. മെഡിസെപ്പ് പദ്ധതിയിൽ എംപാനൽ ചെയ്യപ്പെട്ട ആശുപത്രികളിൽ മാത്രമാണ് അഡ്മിഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ലഭിക്കുകയുള്ളൂ. പ്രൈവറ്റ് ആശുപത്രികളിൽ ഹാർട്ട് സർജറിക്ക് ഏകദേശം 3.5-4 ലക്ഷം രൂപ ചെലവാകുമ്പോൾ മെഡിസെപ്പിൽ ഏകദേശം 2 ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഹെർണിയ, കിഡ്നി സ്റ്റോൺ പോലുള്ള അസുഖങ്ങൾക്ക് പ്രൈവറ്റ് ആശുപത്രികളിൽ 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് മെഡിസെപ്പിൽ 60,000 രൂപയിൽ താഴെയാണ്. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കൂടാതെ ആശുപത്രികളിൽ വാർഡ് അല്ലെങ്കിൽ ഷെയർ റൂം മാത്രമാണ് മെഡിസെപ്പിൽ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള റൂം സെലക്ട് ചെയ്യാനുള്ള ചോയ്സ് മെഡിസെപ്പിൽ ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മെഡിസെപ്പ് ഇൻഷുറൻസ് ഉണ്ട് എങ്കിലും നല്ല ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജ് ഇന്ന് തന്നെ നിങ്ങൾ എടുത്തു വയ്ക്കുക. അതല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും ആശുപത്രികളിൽ ഭീമമായിരിക്കുന്ന തുകകൾ കൊടുക്കേണ്ടി വരും. ജാഗ്രത.